നമസ്കാരം. ചുട്ടരച്ച് ചമ്മന്തി കൂട്ടി ചക്കട വണ്ടിയൊട്ടി ചില്ലുവനം വാങ്ങി ചന്തയ്ക്ക് പോയി പൊന്നും വിലയ്ക്ക് വസൂലാക്കി. പാട്ട് കേട്ടിട്ടുണ്ടോ? 80കളിൽ ഇറങ്ങിയ പാട്ടാണ്. അന്നത്തെ ആളുകൾക്കറിയാം, പക്ഷെ ഇന്നത്തെ യുവതലമുറയ്ക്ക് അറിയുമെന്ന് അറിയില്ല. നമ്മളുടെ എവർഗ്രീൻ ഹീറോ ആയ ജയൻ സാറിൻ്റെ കരിമ്പന എന്ന ചിത്രത്തിൽ അദ്ദേഹം പാടി അഭിനയിച്ച ഒരു ഗാനമാണ്. അപ്പം ഞാനിപ്പോൾ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഗാനം പാടിയത് ഇതിൻ്റെ അകത്തൊരു മെയിൻ നമ്മളിപ്പോൾ ഈ പരിചയപ്പെടുത്തുന്ന നായകൻ എന്ന് പറഞ്ഞാൽ ചുട്ടരച്ച ചമ്മന്തിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ പാട്ട് പാടിയത്. ചുട്ടരച്ച ചമ്മന്തി എന്ന് പറയുമ്പോൾ പഴമക്കാർക്കറിയാം, 5 സ്റ്റാർ ഹോട്ടലിലൊന്നും കിട്ടില്ല, ഒരു ഹോട്ടലിലും കിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അറിയാവുന്നവർ ക്ഷമിക്കുക, അറിയാത്തവർ ഇതൊരു അറിയിപ്പായിട്ട് എടുക്കുക. അതായത് നമ്മുടെ ചുവന്ന മുളക്, കൊല്ലമുളക് എന്നൊക്കെ പറയും, അതൊരു 6-7 എണ്ണം നമ്മളുടെ ആളുകളുടെ ആധിക്യം അനുസരിച്ച്, ഇപ്പോൾ 2 പേർക്കൊക്കെ ആണെങ്കിൽ ഒരു 7 ചുവന്ന മുളക് എടുത്തിട്ട് നമ്മളൊരു ഫ്രൈ പാനിലിട്ട്, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ കനലിലാണ് ചൂടേണ്ടത്, പക്ഷേ കനലും അടുപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ ഈ നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ ചീനച്ചട്ടിയോ അതിൽ ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ചൂടാക്കി അതിൻ്റെ ഒന്ന് ഇതാക്കുക, അതിൻ്റെ പച്ചപ്പൊന്ന് മാറ്റി ഒന്ന് ഇളക്കി അതെടുക്കുക. അതിനുശേഷം ചുവന്നുള്ളി ഒരു 8-10 എടുത്തിട്ട് കട്ട് ചെയ്യാതെ ആ ഉരുളയായിട്ടിരിക്കുന്ന പോലെ തന്നെ നമ്മളിങ്ങനെ അതിലിട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക. ഒരു ചെറുതായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. അത് മൂപ്പിച്ചതിന് ശേഷം ഇത് എടുക്കുക. അപ്പോൾ അതിനുശേഷം നമ്മുടെ പുളി, അതിന് മുമ്പേ തന്നെ എടുക്കേണ്ട ഒരു സാധനമാണ് പുളി. നമ്മൾ ഈ വാളംപുളി എന്ന് പറയും, നീണ്ടിങ്ങനെ കിടക്കുന്ന പുളിയൊക്കെ ഇല്ലേ, ഓരോ സ്ഥലത്ത് ഓരോ പേരാണ്. അപ്പോൾ ആ പുളി എടുത്തിട്ട് ആ പുളി ഇങ്ങനെ നെല്ലിക്ക വലിപ്പത്തിലൊരു ഉണ്ടയാക്കിയിട്ട് നമ്മളെല്ലാ വീടുകളിലും സൂക്ഷിക്കുന്നതാണ്. അപ്പോൾ ഈ പുളി നമ്മളുടെ കറികളിലൊക്കെ ഉപയോഗിക്കും, നമ്മൾ വിളക്ക് തേക്കാനൊക്കെ ഉപയോഗിക്കാം, അങ്ങനെ പല ഗുണങ്ങളുണ്ട് പുളിക്ക്. അപ്പോൾ ഈ പുളി നമ്മുടെ ആ പുളിയുടെ കുരുവൊക്കെ കളഞ്ഞിട്ട് നമ്മൾ ഉണ്ടയായിട്ടൊക്കെ ഇങ്ങനെ വയ്ക്കും. അപ്പോൾ അതൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു ഉണ്ട എടുത്തിട്ട് അത് വെള്ളത്തിലിട്ടൊന്ന് ഇത് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ഇത് ഇങ്ങനെ വച്ചേക്കുക. അതിനുശേഷം ഈ ചുവന്നുള്ളി ഇടിച്ച്, നമ്മുടെ ഇടിക്കാനുള്ള ഇങ്ങനത്തെ പാത്രങ്ങളൊക്കെ ഇപ്പോൾ കിട്ടുമല്ലോ, അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഇടിച്ച്, ഈ മിക്സിയിലല്ല, നമ്മളല്ലാണ്ട് തന്നെ ഇടിച്ച്, കല്ലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇതിലിട്ടിട്ട് ഇടിച്ചെടുക്കുക. അതുപോലെ ചുവന്ന മുളകും ഇടിച്ചെടുക്കുക. രണ്ടും സെപ്പറേറ്റ് ആയിട്ട് ഇടിക്കുക, കാരണം ഒരുമിച്ച് ഇടിക്കരുത്, കാരണം രണ്ടിൻ്റെ ഇടിയുടെ വ്യത്യാസം വരരുത്. അതിനുശേഷം ഈ ഇടിച്ചതൊക്കെ കൂടി ഒരു പാത്രത്തിലിടുക, ഒരു ബൗളിലിടുക. ഈ പുളി അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് ഇതിങ്ങനെ മിക്സ് ചെയ്യുക. പാകത്തിന് ആവശ്യത്തിന് ഉപ്പിടുക. പിന്നെ നമ്മളുടെ ചോറ് വച്ചിട്ട് അതിൻ്റെ കഞ്ഞി ഉണ്ടല്ലോ, കഞ്ഞിവെള്ളം ഭയങ്കര ഗുണമുള്ളതാണ്, ഈ തലമുടിക്കും ഒക്കത്തിനും ഗുണമുള്ളതാണ്. പക്ഷെ നമ്മൾ കഞ്ഞിവെള്ളം എടുത്ത് കളയും. കഞ്ഞിവെള്ളത്തിന് ഒരുപാട് നല്ല ഇതുണ്ട്. കഞ്ഞിവെള്ളം പണ്ടൊക്കെ ആളുകൾ കുടിക്കുമായിരുന്നു, ചോറ് കഴിക്കുമ്പോൾ കഞ്ഞിവെള്ളമൊക്കെയാണ് കുടിച്ചിരുന്നത്. ഇപ്പോൾ കഞ്ഞിവെള്ളത്തിന് വലിയ പ്രാധാന്യമില്ല. അപ്പോൾ ഈ കഞ്ഞിവെള്ളത്തിൻ്റെ ഒരു ഇത്തിരിയും കൂടെ അതിൻ്റെ അകത്തേക്ക് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇത്തിരി പച്ച വെളിച്ചെണ്ണയും കൂടി അതിൻ്റെ അകത്ത് ഒഴിച്ചിട്ട് അങ്ങോട്ട് കൂട്ടുക. ഇതാണ് സാധനം, കണ്ടാ, ഇതാണ് ഈ പറഞ്ഞ സാധനം. ഇത് നിസ്സാര സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നുള്ളൂ. അപ്പോൾ ഇതെന്താ ഗുണം എന്ന് വെച്ചാൽ, നമുക്കിപ്പോൾ ഒരു കറിയൊന്നുമില്ല, നമ്മൾ ഇത് മാത്രം പച്ചച്ചോറ് എന്ന് പറഞ്ഞാൽ നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഈ ഒരു സാധനം കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെയാണ്. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ചുവന്ന ഈ നമ്മളീ പറഞ്ഞ കണ്ടോ ചുട്ടരച്ച ചമ്മന്തി ചോറിൻ്റെ ഒപ്പം, പച്ച ചോറിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഇങ്ങനെ കുഴച്ചിട്ട്, ഓ എൻ്റെ പൊന്നിടാവേ, വേറെ ലെവലാണ്. എൻ്റെ ഭാര്യ ഉണ്ടാക്കിയാണ്ടത്. ഞാനൊരു യൂട്യൂബിൽ കണ്ടിട്ട് എൻ്റെ ഭാര്യയോട് പറഞ്ഞു, അപ്പോൾ അവൾ ഉണ്ടാക്കിയതാണ്. ഇതിങ്ങനെ പച്ച ചോറിൻ്റെ ഒപ്പം, നല്ല ചൂട് ചോറിൻ്റെ ഒപ്പം ഇങ്ങനെ എടുത്തിട്ട് കുഴച്ച് ഇങ്ങനെ എടുത്തിട്ട്, പപ്പടം ഉണ്ടെങ്കിൽ സൂപ്പർ. എനിക്ക് പപ്പടം മസ്റ്റാണ്. ഇനിയിപ്പോൾ ഒരു കുറച്ച് ചോറ് കഴിച്ചതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് വേറെ സാധനം പറഞ്ഞുതരാം. ഇഞ്ചിത്തൈര് എന്ന് പറയും. ഇഞ്ചിത്തൈര് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കപ്പ് തൈര്, അല്ലെങ്കിൽ പുളിയില്ലാത്ത തൈര് വാങ്ങിക്കുക. ഇഞ്ചി കുരുകുരാ അരിഞ്ഞിടുക അതിൻ്റെ അകത്ത്. പിന്നെ ഈ മുളക്, പച്ചമുളകോ അല്ലെങ്കിൽ കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയോ കുനുകുന അരിഞ്ഞിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അതിൻ്റെ അകത്ത് നിന്ന് ഞെരടി ഇങ്ങനെ എടുക്കുക. ഇതാണ് സാധനം, കണ്ടോ, ഇഞ്ചിത്തൈരാണത്. ഇഞ്ചിത്തൈര് നമ്മൾ ഈ ഹിന്ദു വിശ്വാസങ്ങളിൽ ഈ ശ്രാദ്ധം കൂട്ടുമ്പോൾ ഉണ്ടാക്കാറുണ്ട് ഇഞ്ചിത്തൈരും പടച്ചോറ് എന്ന് പറയും. അതായത് പിതൃക്കൾക്ക് കൊടുക്കാൻ വേണ്ടി ഇഞ്ചിത്തൈര്, പടച്ചോറ്, പിന്നെ ഈ കായ മെഴുക്കുവരട്ടി,
ഈ പടച്ചോറ് എന്ന് പറഞ്ഞാൽ പച്ചരിച്ചോറാണ്. അത് ഭയങ്കര ടേസ്റ്റാണ്. പച്ചരിച്ചോറിൻ്റെ ഒപ്പം ഈ ഇഞ്ചിത്തൈരിട്ട് കഴിക്കാന്ന് പറഞ്ഞാൽ വെറുതെ അത് മാത്രം കഴിക്കാൻ ഭയങ്കര ടേസ്റ്റായിരിക്കും. അപ്പം എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ്, മെനുവാണ്. ഞാൻ ഈ ഇഞ്ചിത്തൈര് പലപ്പോഴും ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഈ ഇഞ്ചി ഇതിൻ്റെ അകത്ത് കാണില്ല, കുനുകുനാ അരിഞ്ഞിട്ടേക്കണത്. ഇനി അതും കൂടെ ആ ചോറിലിട്ടിട്ട് ഇതും കൂടെ കുഴച്ചിട്ട് നമ്മൾ ഈ ചമ്മന്തി ഒന്ന് കഴിച്ചു നോക്കി. നിങ്ങളിതൊന്ന് ഞാൻ ഈ പറഞ്ഞ മാതിരിയൊക്കെ ചെയ്തിട്ട് നിങ്ങളൊന്ന് കഴിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. എന്നിട്ട് ഈ ചമ്മന്തി ഇങ്ങനെ അങ്ങോട്ട് മിക്സ് ചെയ്യുമ്പോൾ ജമ്പു ഇഞ്ചി, പുളി, ചുവന്നുള്ളി, കൊല്ലമുളകിൻ്റെ അരിവ് ഒക്കെ കൂടി ചേർന്ന് സമ്മിശ്രമായിട്ടുള്ള ഭീകരമായ ഒരു വല്ലാത്ത ടേസ്റ്റ് നമ്മുടെ ഈ നാവിലും നമ്മൾ ആസ്വദിക്കാണത്, സത്യം. അപ്പോൾ ഇത് നിങ്ങളൊക്കെ കൊണ്ട് ടേസ്റ്റ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയുക. എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യാം. വലിയ കറികളൊന്നും വേണ്ട. അത്യാവശ്യ ഘട്ടങ്ങളിൽ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഈ ബാച്ചിലേഴ്സൊക്കെ ഒരുപാട് ചെറുപ്പക്കാർ മാത്രം താമസിക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഫ്ലാറ്റിലൊക്കെ ചെറുപ്പക്കാർ മാത്രം. നിങ്ങൾ ഈ പറഞ്ഞ ഫാസ്റ്റ് ഫുഡ്, മറ്റേ ഫുഡ്, ജങ്ക് ഫുഡ് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യൽ, സൊമാറ്റോയിൽ ഓർഡർ ചെയ്യലൊന്നും വേണ്ട. നിങ്ങളിതൊക്കെ ചോറൊക്കെ വേണമെങ്കിൽ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ചോറൊക്കെ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും. ഈ സാധനം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്നും ഓരോ ഹോട്ടലിലും കിട്ടില്ല. ഒരു 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലിലും കിട്ടില്ല. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ഉണ്ടാക്കിയിട്ട് നിങ്ങളൊക്കെ ഇരുന്ന് കട്ടൻ കൂടി ഒന്ന് കഴിച്ചു നോക്ക് കേട്ടോ. അപ്പോൾ എൻ്റെ ഗടികളോടൊക്കെ എനിക്ക് പറയാനുള്ളത്, ഇതുപോലെ ഉരുളിയെടുക്കുക, ഇതിൻ്റെ അകത്ത് ആ ഒരു സാധനം കൊണ്ട് ഇടുക, ആ ചമ്മന്തി ഇടിച്ചമ്മന്തി അങ്ങോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് എൻ്റെ അമ്മോ, എനിക്ക് സത്യം ഞാൻ പറഞ്ഞു വർണ്ണിക്കാൻ വാക്കുകളില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ്. നമ്മളിനി വേറൊരു കറിയെക്കുറിച്ച് ചിന്തിക്കില്ല. എപ്പോഴും അല്ല ഞാൻ പറഞ്ഞേ, ചില സാഹചര്യങ്ങളിൽ നമുക്കിങ്ങനെ കഴിച്ച് സാറ്റിസ്ഫൈഡ് ആവാം. അങ്ങനെയുള്ള ട്രിക്ക് നമ്മളുടെ കയ്യിലുണ്ട് എന്നുള്ളത് നിങ്ങളെ അറിയിച്ചെന്നുള്ളൂ. അപ്പോൾ ഓക്കെ, നല്ല ഭക്ഷണം കഴിക്കുക, നന്നായിട്ട് ആരോഗ്യം സംരക്ഷിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും തരുന്നു. പിന്നെ ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളോട് പറയാത്തൊരു കാര്യമുണ്ട്, മുട്ട പൊരിച്ചത്. അത് വേറൊന്നും കൊണ്ടല്ല, മുട്ട എന്ന് പറഞ്ഞാൽ ഈ മുട്ട പൊരിച്ചത് എനിക്ക് ഭയങ്കര ജീവനാണ്. എൻ്റെ മുട്ട പൊരിച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഒന്നും ഇടാതെ വെറുതെ ചിക്കി കഴിക്കുക. വെറുതെ മുട്ട മാത്രം ചിക്കിയിട്ട് ഇങ്ങനെ എടുത്ത് കഴിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. മറ്റതൊന്നും സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് വീട്ടിലുണ്ടാക്കുമ്പോൾ കേട്ടോ. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ പിന്നെ നമ്മളെ സവാള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊന്ന് കഴിച്ചു നോക്കണം. എല്ലാം നല്ല ചൂടോടെ കഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് വേറെയാണ്, വേറെ ലെവലാണ് മച്ചാനെ. അപ്പോൾ പൊളിക്ക്. അപ്പോൾ ഞാനൊന്നും ഭക്ഷണം കഴിച്ചോട്ടെ. അപ്പോൾ എല്ലാവർക്കും നല്ല ഭക്ഷണങ്ങളൊക്കെ കിട്ടട്ടെ, എല്ലാവർക്കും നല്ല ആരോഗ്യങ്ങളുണ്ടാവട്ടെ, എല്ലാവർക്കും നല്ല സംഭവങ്ങളുണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മനൂസ് വിഷൻ്റെ ഒരു സിമ്പിൾ ആൻഡ് ഹമ്പിൾ സംഭവം പറഞ്ഞെന്നുള്ളൂ. ചുട്ടരച്ച ചമ്മന്തി കുട്ടി ചക്കട വണ്ടിയോട്ടി. താങ്ക് യു.